ഹലോ ഫാൻ, അമ്മ ഇന്ന് വന്നിട്ടുള്ളത് പുതിയ വീഡിയോയിലാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ഇത് കാണാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളിത് എവിടേക്കാണ് പോകണതെന്ന്. അതെ, നമ്മൾ പോകുന്നത് ഷെയ്ഖ് സായിദ് ഫെസ്റ്റ് കാണാനായിട്ടാണ്. ഫാത്തിമ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മളുള്ള ഷെയ്ഖ് സായിദ് ഫെസ്റ്റ് കാണാനായിട്ട് എൻട്രൻസിൽ കയറി കഴിഞ്ഞാൽ അവിടെ സൈഡിൽ തന്നെ കുട്ടികളുടെ കൈമേൽ പാരൻസിൻ്റെ നമ്പറുള്ള ഒരു ബേഡ്ജ് ഇടും. അത് ഇട്ടെടുക്കുന്നതാണ് ഇത് ഫാത്തിമക്കും ഫയക്കൊക്കെ. ബാപ്പച്ചി ഇതാ ഫാത്തിമൻ്റെ കൈമേൽ ഇതാ അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു. നമ്മൾ കുറേ അവരുടെ കൂടെ ഫോട്ടോവും വീഡിയോസൊക്കെ എടുത്ത് അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ കയറിയപ്പോൾ തന്നെ കണ്ടത് അർബല ഒരു ഡാൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായത് കാണാൻ. ഒരു കോലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ഇതാ ഈ കാണുന്ന ലൈറ്റാണ് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിൻ്റെ ഹൈലൈറ്റ്. നടക്കുമ്പോൾ കുറേ ക്യാരക്ടേഴ്സിനൊക്കെ കാണും. അപ്പോൾ അവർ നമ്മളെ വിളിക്കും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ. അപ്പോൾ നമ്മളവിടുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മളൊരു പവലിയൻ്റെ ഉള്ളിൽ കയറി അവിടെ ഉള്ളൊരു കാഴ്ചക്കാണിത്. ഓരോ പവലിയൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇങ്ങനത്തെ കുറേ ഷോപ്പിംഗ് ആയിട്ടുള്ള തിങ്സാണ് അവിടെ ഉള്ളത്. ഡ്രസ്സ്, ബാഗ്, ചെരുപ്പ്, അങ്ങനത്തെ കുറേ ഐറ്റംസ്. അടുത്തത് ഇതാ നമ്മൾ കയറിയത് ജപ്പാൻ്റെ ഉള്ളിലായിരുന്നു. അവിടെയും സെയിം തന്നെ കുറച്ച് ഷോപ്പിങ്ങിന് ഉള്ള ഒരു ഐറ്റംസൊക്കെ. ഇവിടത്തെ ഏറ്റവും ഫേമസ് ഫുഡ് മേടിക്കാനാണ് ഗൈസ് നമ്മളിവിടെ ഇത് അവര് ലുക്കിമത്ത് ഉണ്ടാക്കുന്ന ട്രഡീഷൻ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് അത് ലൈവായിട്ട് തന്നെ അവരവിടെ നിന്ന് ഉണ്ടാക്കാണ്.
പിന്നെ നമ്മൾ ലുക്കിമത്തൊക്കെ വാങ്ങി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം. നമ്മൾ ലുക്കിമത്ത് കഴിക്കുമ്പോൾ അവരറബി 2 ഡോഗിനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ പോയപ്പോൾ അറബി കുറേ പറഞ്ഞു തൊടാൻ, പക്ഷെ നമ്മൾ തൊട്ടിട്ടില്ല പേടിച്ചുകൊണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ UAE നാഷണൽ ബേർഡ് ഫാൽക്കൺ ഉണ്ടായിരുന്നു. അത് നമ്മൾ തൊട്ട് നോക്കി, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു തൊടുമ്പോൾ. ഓല് നമ്മളോട് പിന്നെയും തൊടാൻ പറഞ്ഞു. എൻ്റെ കണ്ണും മുഖമൊക്കെ ഒരു ഇതിനോട് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാരെ കണ്ടാൽ പേടിക്കണ്ട വിചാരിച്ചിട്ട്. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ അവിടെ ഒരു വാട്ടർ ഷോ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെയും ഇങ്ങനെ ഇറാൻ, ഇന്ത്യ കുറേ കൺട്രിയിലൊക്കെ കയറി. ഓരോ കൺട്രീൻ്റെ ഉള്ളിലും ആ കൺട്രീൻ്റെ ട്രഡീഷണൽസ് ഐറ്റംസൊക്കെ നമ്മൾ അവിടെ കാണാൻ പറ്റി. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വലിയൊരു തിയറിനെ കണ്ടിരുന്നു. അത് നമ്മളെ പോലെ ഇങ്ങനെ കോപ്പി അടിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ പോലെ വികാൻ പോണ പോലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെ കൂടെ ഒക്കെ ഡാൻസ് കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഫാത്തിമക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. അത് വികാൻ പോണ പോലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു ഗെയിമാണ്. ഇത് നമ്മൾ ടച്ച് ചെയ്യാതെ ലാസ്റ്റ് വരെ എത്തി കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈസ് കിട്ടും. നമുക്ക് ആർക്കും അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിങ്ങനെ തട്ടിഞ്ഞൊരു സൗണ്ടും കേൾക്കും. ഞാനും ഹാമിസ് എല്ലാം ട്രൈ ചെയ്തു, പക്ഷെ നമുക്ക് ആർക്കും കിട്ടില്ല.
അത് കണ്ടു കഴിഞ്ഞിട്ടാണ് പോകാൻ. അതിങ്ങനെ വെയിറ്റ് ചെയ്ത് കയറുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് കളിച്ചൊക്കെ ചെയ്തു. ഫാത്തിമയും ഞാൻ എല്ലാവരും കുറച്ച് നേരമൊക്കെ കളിച്ചു. പത്ത് മണിക്കായിരുന്നു ആ സ്റ്റേജ് പ്രോഗ്രാം. ദ സ്റ്റേജ് പ്രോഗ്രാം. Are you ready to continue with the show here at the Every day I go and play. I meet new friends. And we all say hello, 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 hello. What's your name? What's your name? Nice to meet you. Nice to meet you. Do you wanna play? കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വാപ്പച്ചിനെ സ്റ്റേജിൽ വിളിച്ചു. അടുത്തത് എന്നെ വിളിച്ചിനി. ഞാനും സ്റ്റേജിലേക്ക് പോയിട്ട് ഓലെ കൂടെ ഡാൻസൊക്കെ കളിച്ചു. അത് നല്ല രസമുണ്ടായിരുന്നു. Bye.